നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ബ്രഹ്മാണ്ടം ഒരു അണുവായിരിക്കാമോ എന്നും. ഇത് ഒരു സയൻസ് ഫിക്ഷനായി തോന്നാം, പക്ഷേ ഇത് ശാസ്ത്രജ്ഞരെയും തത്വചിന്തകന്മാരെയും ആകർഷിച്ച ഒരു ആശയമാണ്. വലിയ നക്ഷത്രഗണങ്ങൾ മുതൽ ചെറിയ ആറ്റം വരെ ഈ സമാനതകൾ ഉണ്ടാനുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മുടെ മുഴുവൻ നിലനിൽപ്പും ഒരു വലിയ യാഥാർത്ഥ്യത്തിലെ ഒരു പൊടിപടലമാകാമോ? നമ്മുടെ കോസ്മോസിന്റെ രഹസ്യങ്ങൾ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. നമ്മുടെ സൃഷ്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന അനന്തസാധ്യതകളിലേക്ക് ഉൾക്കൊള്ളാൻ എന്നോടൊപ്പം വരിക. കോസ്മോളജിയുടെ മനോഹരമായ ലോകത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ വിശാലമായ ബ്രഹ്മാണ്ടത്തിലെ പാറ്റേണുകളുടെ സൗന്ദര്യം എന്നെ ആകർഷിക്കുന്നു. നക്ഷത്രഗണങ്ങളിൽ നിന്നും അണുകളിലേക്കുള്ള സുന്ദരമായ രൂപങ്ങൾ ആവർത്തിക്കുന്നു. ഓരോ സൂം ചെയ്യലും ഒരു ബ്രഹ്മാണ്ടത്തിനുള്ളിലെ ഒരു ബ്രഹ്മാണ്ടം വെളിപ്പെടുത്തുന്നു. ഇത് ഒരു അവിശ്വസനീയമായ ആവർത്തനത്തിന്റെ സൗന്ദര്യം കട്ടിയും വ്യാപിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഈ അനന്തമായ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളുടെയും നാച്ചുറൽ ഹാർമണി പ്രതിധ്വനിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ സംഗീതം പോലെയാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് സൗരയൂഥം പിന്നിട്ട് നക്ഷത്രഗണം വിട്ട് നമ്മ ദൂരത്തിലേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകൾ മുന്നിൽ തെളിയുന്നു. ബ്രഹ്മാണ്ടത്തിന്റെ നിർമ്മാണ ഘടകങ്ങളെ പോലെ ഗാലക്സികളുടെ കൂട്ടങ്ങൾ ആറ്റങ്ങളും മോളിക്യൂളുകളുടെയും സുന്ദരമായ പാറ്റേണുകൾ പോലെ കാണിക്കുന്നു. മൈക്രോസ്കോപ്പിക് തലത്തിൽ ഇത് ബ്രഹ്മാണ്ടത്തിന്റെ പരസ്പരബന്ധത്തിന്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിശാലമായ ബ്രഹ്മാണ്ഡ ഘടനകൾ നമ്മുടെ ലോകത്തെ രേഖപ്പെടുത്തുന്ന ചെറിയ കണങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ ഇലക്ട്രോണുകൾ ഒരു ന്യൂക്ലിയസിനെ ചുറ്റിഭ്രമിക്കുന്നത് പോലെ ഗാലക്സികൾ ബാഹ്യാകാശത്ത് ഒരു ബ്രഹ്മാണ്ഡ വലയിൽ ചുറ്റുന്നത് കാണാം. ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ബാഹ്യാകാശത്തിന്റെ വലിപ്പവും അതിന്റെ ഏറ്റവും ചെറിയ ഘടകങ്ങളായ വസ്തുക്കളുടെ വലിപ്പവും തമ്മിലുള്ള അത്ഭുതകരമായ സാമ്യങ്ങളെക്കുറിച്ച്? ഏറ്റവും ചെറിയ സ്കെയിലിൽ അണുക്കൾ ചെറുയൂഥങ്ങളിലുപോലെയാണ് ഇലക്ട്രോണുകൾ ഒരു അണുവിന്റെ കേന്ദ്രീകൃത വിഭാജനത്തിന് ചുറ്റി ഭ്രമിക്കുന്നത്. നക്ഷത്രത്തെ ചുറ്റി ഭ്രമിക്കുന്ന ഗ്രഹങ്ങളെ പോലെ ഗാലക്സികളുടെ ഘടനയും അണുക്കളുടെ സങ്കീർണതയും ബ്രഹ്മാണ്ടത്തിലെ മനോഹരമായ ഏകത്വവും പ്രകടമാക്കുന്നു. വിചിത്രമായൊരു ബന്ധമാണിത്. സെലസ്റ്റിയൽ ബോഡികളുടെ ബ്രഹ്മാണ്ഡ യാത്ര ആണുകളുടെ മൈക്രോസ്കോപ്പിക് ലോകത്ത് പ്രതിഫലിക്കുന്നതായി കരുതുക. എല്ലാത്തിനും തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇത്. നമ്മുടെ ബ്രഹ്മാണ്ഡം ഒരു വലിയ ഘടനയുടെ ചെറിയ ഭാഗം മാത്രമാണോ? ചില വിചിത്രമായ സിദ്ധാന്തങ്ങൾ പ്രകാരം നമ്മുടെ ബ്രഹ്മാണ്ടത്തിലെ ഓരോ അണുവും സ്വതന്ത്രമായ ഒരു ബ്രഹ്മാണ്ഡം ആയിരിക്കാം. നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ബ്രഹ്മാണ്ഡം. ഒരു കോസ്മിക് റഷ്യൻ ഡോൾ പോലെ ലോകങ്ങൾക്കുള്ളിലെ ലോകങ്ങൾ ഓരോന്നും സ്വന്തം രഹസ്യങ്ങളുമായി കാത്തിരിക്കുന്നതായി ഇമാജിൻ ചെയ്യുക. നാം വിശാലമായ ഒരു കോസ്മിക് വലയിലെ ഒരു പൊടി മാത്രമാണെന്ന ആശയം അതിശയകരവും സൗന്ദര്യവും ഉള്ളതാകുന്നു. അണുവിലെ ഒരു ലോകം യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ദൃശ്യകോണങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു ആശയമാണ്. ചെറിയ ആറ്റം മുതൽ അങ്ങനെ വാനയോഗ്യമായ അന്തരീക്ഷം വരെ ഇതേ പാറ്റേണുകൾ ആവർത്തിക്കുന്നു. ഒരു ഫ്രാക്ടൽ പാറ്റേണിന്റെ ആവർത്തനം വിവിധ തലങ്ങളിൽ സംഭവിക്കുന്ന രീതിയിലേക്ക് ഓരോ തലത്തിനും അതിന്റെ തന്നെ സങ്കീർണമായ സാന്ദ്രതയിൽ ഒരു സൃഷ്ടിയുണ്ട്. മുഴുവൻ സൃഷ്ടിയുടെ സങ്കീർണതയെ പ്രതിബിംബിക്കുന്നു. ഈ ആശയം സ്കെയിൽ എന്നതിന്റെ എത്രത്തോളം വിശാലമായ ആലോചനയെ വെല്ലുവിളിക്കുന്നു, കൂടാതെ സാധ്യതകളുടെ ഒരു പകർപ്പിലേക്ക് നമ്മുടെ ചിന്തകളെ തുറക്കുന്നു. ഈ ചിന്ത വളരെ ആകർഷകമാണ്, അല്ലേ? വലിയതും രഹസ്യമായതുമായ ബ്രഹ്മാണ്ഡം നമ്മുടെ പ്രതിദിന ജീവിതങ്ങളുടെ പരിധികളെ എത്രത്തോളം സ്വാധീനിക്കലുണ്ട്. നമുക്ക് എല്ലാ ഉത്തരങ്ങളും ഇല്ലായിരിക്കും, പക്ഷേ പുതിയ സത്യം കണ്ടെത്തുന്നതിന്റെ സാധ്യത മാത്രം നമ്മുടെ ചിന്തശയും ആവേശവും കൂട്ടുന്നു. നമ്മുടെ നിലവിലെ ഉള്ള അറിവിനും അപ്പുറത്ത് എത്രയോ വലിയ അത്ഭുതങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണെന്ന് പറയും. ബ്രഹ്മാണ്ഡം രഹസ്യങ്ങളുടെ കലവറയാണ്. നമുക്ക് അറിയുന്ന പരിധികളെ ഭേദിച്ച് അറിയാത്ത മേഖലയിൽ കടക്കാൻ ക്ഷണിക്കുന്നു. അതിനാൽ പുതിയ കണ്ടെത്തലിന്റെ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് നിരന്തര സാധ്യതകളുടെ യാത്രയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. രാത്രി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ തിളങ്ങുന്ന നക്ഷത്രങ്ങളും ദൂരെയുള്ള ഗാലക്സികളും ആറ്റങ്ങളെ പോലെ ചെറിയതായിരിക്കാമെന്ന് ചിന്തിക്കുന്നത് അതിമനോഹരമാണ്. ബ്രഹ്മാണ്ഡത്തിന്റെ വിശാലത വസ്തുതകൾ ഓരോന്നിനും പ്രത്യേകമായ ദൃശ്യം നൽകുന്നു. അടുത്ത തവണ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഈ ആകാശഗംഗയിൽ ബന്ധിതരായിരിക്കുമെന്ന് ഓർത്തിരിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഉള്ളടക്കം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. അതിനാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കും.